ചേട്ടാ നമസ്കാരം. നമസ്കാരം. വെനിസ്വേല എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ടുള്ള മഡൂറോയെ അമേരിക്ക പിടിച്ച് ബന്ദിയാക്കി. ഇപ്പോ കുറ്റപത്രമൊക്കെ സമർപ്പിച്ച് ഇദ്ദേഹത്തിനെ അവിടെ വിചാരണ കോടതിയിൽ ഹാജരാക്കി. അദ്ദേഹം ഞാൻ ഈ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, എന്റെ ഗർഭം ഇങ്ങനെയല്ല എന്നാണ് അവിടെ കിടന്ന് വാദിക്കുന്നുണ്ട്. ഒരു കാര്യമില്ല. അങ്ങനെ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഒരു ഇടക്കാല സർക്കാർ വന്നിട്ടുണ്ട്, ഒരു ഭരണാധികാരി കയറിയിട്ടുണ്ട്. അവരെയും ട്രംപ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. 6 രാജ്യങ്ങൾ എന്റെ റഡാറിലുണ്ട് എന്ന് ട്രംപ് പറയുന്നു. എന്റെ പ്രീതിക്ക് പാത്രമാകാത്ത 6 രാജ്യങ്ങൾ എന്നാണ് ട്രംപ് പറയുന്നത്. അതിലൊന്ന് ഇന്ത്യയാണ്. ഇന്ത്യ ട്രംപിന്റെ പ്രീതിക്ക് പാത്രമാകുന്നില്ല. ട്രംപ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. റഷ്യയുടെ എണ്ണ ഇന്ത്യ വാങ്ങുന്നു, അത് ഇനി അനുവദിക്കില്ല എന്നാണ് ട്രംപ് പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ട്രംപ് വിറളി പിടിച്ച് നടക്കുകയാണ്. വിറളി പിടിച്ചെന്ന് പറഞ്ഞാൽ അത്യധികം വിറളി പിടിച്ച് കിടക്കുകയാണ്. ഇനി അടുത്ത ക്യൂബയെ ആക്രമിക്കും, അത് കഴിഞ്ഞ് കൊളംബോയെ ആക്രമിക്കും. സ്വാഭാവികമായിട്ടും ആക്രമിച്ചിരിക്കും, അത് ഉറപ്പാണ്, അതിൽ യാതൊരുവിധ തർക്കവുമില്ല. ആക്രമിക്കും. അപ്പൊ വെനിസ്വേലയെ പിടിച്ചത് കൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം അവസാനിച്ചു. വെനിസ്വേലയുടെ ഭരണാധികാരിയെ പിടിച്ചത് കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ അവസാനിച്ചു എന്ന് പല ആൾക്കാരും വിചാരിച്ചിരിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല. അതിവിടെ തുടങ്ങുകയാണെന്നാണ് പല ആൾക്കാരും പറയുന്നത്. ഒരു 3ാം ലോക മഹായുദ്ധം ആസന്നമാണ് എന്ന് നമ്മൾ എത്ര നാളായിട്ട് പറയുന്നു. നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് എത്ര നാളായിട്ട് പറയുന്നു. 2026 3ാം ലോക മഹായുദ്ധത്തിന്റെ അലയൊലികൾ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും റഷ്യ യുക്രൈൻ യുദ്ധമാണ് അതിന്റെ തുടക്കം. റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ തുടക്കത്തിലുണ്ടായി. തുടക്കത്തിൽ റഷ്യയും യുക്രൈൻ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നു. അത് ആരാണ് തുടങ്ങി വെച്ചത്? അമേരിക്കയാണ് തുടങ്ങി വെച്ചത്. അമേരിക്കയാണ് യുക്രൈനോട് പറഞ്ഞത് കയറി അടിയിടാന്ന് പറഞ്ഞത്. ഞങ്ങൾ നിങ്ങൾക്ക് നാറ്റോയിൽ എന്ത് തരാം? അംഗത്വം തരാം. അപ്പോ റഷ്യ പറഞ്ഞു കൊടുക്കരുത്, അല്ലെങ്കിൽ യുക്രൈനോട് പറഞ്ഞു ചേരരുത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ അതിർത്തിയിൽ നാറ്റോയുടെ സാന്നിധ്യം വരും. നാറ്റോ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അമേരിക്കയാണ്. ഞങ്ങളുടെ അതിർത്തിയിൽ അമേരിക്കയുടെ സാന്നിധ്യം വരുന്നത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് യുക്രൈനെ അടിച്ച് ഇല്ലാതാക്കി റഷ്യ. അടിച്ചില്ലാതാക്കിയപ്പോൾ യഥാർത്ഥത്തിൽ ഇവരെന്താണ് ചെയ്തത്? അമേരിക്ക എന്താണ് ചെയ്തത്? റഷ്യയുടെ $300 ബില്യൺ റിസർവിലിരിക്കുന്ന റഷ്യയുടെ റിസർവ്, അതായത് ലോകം മുഴുവൻ ആ സമയത്ത് ഡോളർ ഉണ്ടായിരുന്നു വ്യാപാരം നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഡോളർ എന്തെങ്കിലും വാങ്ങിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ലോക രാജ്യങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഡോളർ കൊടുത്താലേ വാങ്ങിക്കാൻ പറ്റും. അപ്പൊ റിസർവ് ഡോളർ കാണുമല്ലോ നമ്മുടെ കയ്യിൽ സ്വാഭാവികമായിട്ടും. അങ്ങനെ $300 ബില്യൺ റഷ്യയുടെ കയ്യിലിരിക്കുന്ന റിസർവ് ഡോളർ അമേരിക്ക മരവിപ്പിച്ചു. അമേരിക്ക മരവിപ്പിച്ചപ്പോൾ റഷ്യക്ക് ഇത് സഹിച്ചില്ല. കാരണം ഇപ്പോ ബിജേട്ടൻ ഒരു $100 അമേരിക്കയിൽ പോയി അധ്വാനിച്ച് ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോൾ അമേരിക്ക പറയാണ് ആ $100 നിനക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ബിജേട്ടൻ ചോദിക്കില്ലേ, ഞാൻ ഇത് അധ്വാനിച്ച് എന്റെ പൈസ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇത് എനിക്ക് ചെലവാക്കാൻ പറ്റില്ലെന്ന് നിനക്കെങ്ങനെ പറയാൻ സാധിക്കും എന്ന് പറയില്ല. അതുപോലെ തന്നെ റഷ്യയും പറഞ്ഞു, അതായത് $300 ബില്യൺ ഞങ്ങളുടെ ഡോളർ, നിങ്ങൾ ഡോളറിലേ കച്ചവടം നടത്താൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡോളർ ഇത് ഫ്രീസ് ചെയ്യാൻ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാണ് നമ്മൾ ഈ റൂബിളിലും റുപ്പയിലും യെന്നിലൊക്കെ കച്ചവടം തുടങ്ങുന്നത്. അങ്ങനെയാണ് ഇതിന്റെ സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതാണ് എല്ലാത്തിലും മൂല കാരണം എന്ന് പറയാം. അങ്ങനെ ഡോളർ ഇടിഞ്ഞു. 95% കച്ചവടത്തിൽ ഉണ്ടായിരുന്ന ഡോളർ 55% താഴ്ന്നു. അങ്ങനെ താഴ്ന്ന് ഇപ്പോ അമേരിക്കയ്ക്ക് നിക്കക്കള്ളി ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് കയ്യിലൊന്നുമില്ല. പോരാത്തതിന് 39 ട്രില്യൺ കടവുണ്ട്. അപ്പൊ വെനിസ്വേലയുടെ എണ്ണപ്പാടങ്ങൾ പിടിച്ചെടുത്താൽ മാത്രമേ അമേരിക്കയ്ക്ക് ഇപ്പൊ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പോരാത്തതിന് ആ എണ്ണപ്പാടങ്ങൾ പിടിച്ചെടുത്തപ്പോൾ ഇപ്പോൾ അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഷാഡോ ഷിപ്പുകളാണ്. അവിടെ നിന്ന് ചൈനയുടെയും റഷ്യയുടെയും അടക്കം ഷാഡോ ഷിപ്പുകൾ, അമേരിക്കയുടെ ഉപരോധം ഉള്ളത് കൊണ്ട് വെനിസ്വേലയ്ക്ക് നേരിട്ട് എണ്ണ കച്ചവടം നടത്താൻ സാധിക്കില്ല. ഷാഡോ ഷിപ്പുകൾ വഴിയാണ് നടത്തുന്നത്. ഇപ്പോൾ റഷ്യയുടെ ഷാഡോ ഷിപ്പും അമേരിക്കയുമായിട്ട് കൊമ്പ് കോർക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇതൊരു വലിയ സംഭവമാണ്. അതായത് CNN അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്രെംലിനും വാഷിംഗ്ടണും ഇനി ഏറ്റുമുട്ടുമോ എന്നുള്ളതാണ്. പണ്ട് ഞാൻ ഓഷോയുടെ ഒരു ചർച്ച കണ്ടിട്ടുണ്ട്, ഓഷോയുടെ ഒരു ഡിബേറ്റ് കണ്ടിട്ടുണ്ട്. ഓഷോ അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഓഷോ പറയുന്നത് ഒരിക്കലും അമേരിക്കയും റഷ്യയും തമ്മിലൊരു നേരിട്ടൊരു യുദ്ധം ഉണ്ടായില്ല. പക്ഷെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. കാരണം അവർ പറയും ഞങ്ങൾ ഇപ്പൊ അടിക്കുമെന്ന് അമേരിക്കയും റഷ്യയും പറഞ്ഞുകൊണ്ടേയിരിക്കും. ചെറിയ ചെറിയ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായേക്കാം. അന്ന് ഇന്ത്യയൊക്കെ ചെറിയ രാജ്യമായിരുന്നല്ലോ. അപ്പോൾ ഓഷോ പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം ഉണ്ടായേക്കാം, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലൊരു യുദ്ധം ഉണ്ടായേക്കാം. പക്ഷെ ഒരിക്കലും അമേരിക്കയും ഇവരും തമ്മിൽ യുദ്ധം ഉണ്ടാകും, റഷ്യയും തമ്മിൽ യുദ്ധം ഉണ്ടാവില്ല. കാരണം there is no victory. അതായത് ആ യുദ്ധത്തിൽ വിജയമില്ല. ആ യുദ്ധത്തിൽ വിജയമില്ല എന്നുള്ളത് മാത്രമല്ല, പരാജയം മാത്രമേ രണ്ടുപേർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് അവർ തമ്മിൽ യുദ്ധത്തിന് ഒരിക്കലും മുതിരില്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുതെന്ന് പറയുന്നു. പക്ഷെ ഇപ്പോ റഷ്യയുടെ ഷാഡോ ഷിപ്പും അമേരിക്കയും നേരിട്ട് വന്നിരിക്കുകയാണ്. ബെല്ല 1 എന്നറിയപ്പെടുന്ന ഒരു ടാങ്കർ, അനധികൃതമായിട്ട് എണ്ണ കടത്തുന്ന ഒരു ടാങ്കർ ഷാഡോ ഫ്ലീറ്റിൽ പ്രവർത്തിച്ചതിന് 2024 US അനുമതി നൽകിയിരിക്കുന്ന ഒരു ടാങ്കർ കഴിഞ്ഞ മാസം US കോസ്റ്റ് ഗാർഡിന്റെ പിടിയിലാകാതിരിക്കാൻ വെനിസ്വേലയിലേക്ക് വന്നു. അതിനുശേഷം US ആ വെനിസ്വേലയിലേക്ക് വന്ന ആ ഷിപ്പിനെ പിടികൂടാനായിട്ട് ശ്രമിച്ചു. അപ്പൊ റഷ്യ ആ ഷാഡോ ഷിപ്പിൽ അവരുടെ പതാക ഉയർത്തി കാണിച്ചു. അമേരിക്ക ഭയന്നു.
പതാക ഉയർത്തി കാണിച്ച ശേഷം ഈ ബെല്ല വൺ എന്ന് പറയുന്ന ഷിപ്പ് ഒരു KGF സിനിമ പോലെയാ. അമേരിക്ക എപ്പോഴൊക്കെ റഷ്യയെ പിടിക്കാൻ പറ്റുന്നു, ഒരു ഷാഡോ ഷിപ്പിനെ പിടിക്കാൻ വരികയാണ്, എന്നെന്തായാലും പിടിക്കുമെന്ന് പറഞ്ഞ് വരികയാണ്. വന്നപ്പോ അതിനൊരു പതാക ഇങ്ങനെ പൊന്തി വരികയാണ്. നോക്കിയപ്പോ റഷ്യയുടെ പതാകയന്മാര് വരണ്ടു. അപ്പോഴേക്കും റഷ്യ മാനമര്യാദയ്ക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആ കപ്പലിനെ ഇവർ പിന്തുടരുന്നതിനിടയിൽ ടാങ്കറിന്റെ ജീവനക്കാർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഇത് റഷ്യയുടെ ഷിപ്പാണ്, ഇതിനെ തൊട്ടാൽ കളി മാറും, കാരണം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്ന് അവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പൊ പുറത്തു വരികയാണ്. യഥാർത്ഥത്തിൽ ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് ലോകം തന്നെ ഇപ്പോൾ ഇരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ നേരത്തെ ഇതുപോലൊരു സാഹചര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള സെയിന്റ് ഹെറാൾഡ് അങ്ങോട്ടേക്ക് റഷ്യയുടെ അടുത്തേക്ക് ഡോക്ക് ചെയ്യാനായിട്ട് പോയപ്പോൾ റഷ്യയുടെ യാസർ അന്തർവാഹിനി വന്ന് ഇതിനെ വളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവന്മാര് മുങ്ങി തപ്പിയിട്ട് പോലും യാസർ അന്തർവാഹിനിയെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് റഷ്യയുടെ ടെക്നോളജി. അമേരിക്ക മോശമൊന്നുമില്ല, അമേരിക്ക താഴ്ത്തി പറയുന്നതല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിനാണോ കളമൊരുങ്ങുന്നത്? എന്താണ് തോന്നുന്നത് ചേട്ടാ? ഇത് നിലവിലത്തെ ഇപ്പോഴത്തെ കണ്ടീഷനാണെങ്കിൽ അമേരിക്കയും റഷ്യയും തമ്മിലൊരു ഏറ്റുമുട്ടലല്ല, UK-യും റഷ്യയും തമ്മിലൊരു ഏറ്റുമുട്ടലാണ് സാധ്യത കൂടുതൽ. കാരണം ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇത് ഒരു സിനിമ കഥ പോലെ തന്നെയാണ്. ഈ ഷിപ്പിന്റെ പേര് ബെല്ല വൺ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഷിപ്പ് കഴിഞ്ഞ മാസം, അതായത് കഴിഞ്ഞ ദിവസമാണല്ലോ ഈ മഡൂറോയെ പിടിക്കുന്നതൊക്കെ. അപ്പൊ അതിനും ഒരു മാസം മുമ്പ് തന്നെ ശ്രീമാൻ ട്രംപ് ഈ വെനിസുലയിലേക്ക് ഒരു ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. അപ്പൊ ഈ ഉപരോധമുള്ളത് കൊണ്ട് വെനിസുലയിലേക്ക് ഷിപ്പുകൾക്കൊന്നും വരാൻ പറ്റില്ല. ഇനി വെനിസുലയിൽ ഡോക്ക് ചെയ്തിരിക്കുന്ന ഷിപ്പുകൾക്കൊന്നും പുറത്തേക്കും പോകാൻ പറ്റത്തില്ല. ഇതാണ് സംഭവം. വെനിസുല എന്ന് പറയുന്നത് നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. ചൈനയാണ് ഇവരുടെ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന ഒരു രാജ്യവും. ഇങ്ങനെ ഇതിന് ശേഷം കുറെ ഷിപ്പുകൾ, ഈ മഡൂറോയെ പിടിച്ചതിന് ശേഷം കുറെ ഷിപ്പുകൾ വെനിസുലയുടെ തുറമുഖം വിട്ടു. അതിൽ ചിലതെല്ലാം ചൈനയുടെയാണ് എന്നാണ് പറയുന്നത്. അതിനകത്ത് ഒരു ഷിപ്പ് ഈ പറയുന്നത് ബെല്ല വൺ. ഈ ബെല്ല വൺ എന്തുകൊണ്ടാണ് ശ്രദ്ധാകേന്ദ്രമാകുന്നതെന്ന് വെച്ചാൽ 2024 അമേരിക്ക ഇതിനൊരു ചാപ്പ അടിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അവരുടെ കരിമ്പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇത് ഷാഡോ ഷിപ്പ് ആണെന്നും പറഞ്ഞിട്ട് ഈ ബെല്ല വണ്ണിനെ കരിമ്പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഷിപ്പ് അവിടുന്ന് വെനിസുലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്വാഭാവികമാണല്ലോ, അമേരിക്കയുടെ അണ്ടറിലാണല്ലോ ഇപ്പൊ വെനിസുല. അവരിതിനെ പിന്തുടരുന്നു. ഇത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്തൂടി UK ബ്രിട്ടന്റെ തീരത്തേക്ക് ഇത് കടക്കുന്നു. ഇതാണ് അവിടെ സംഭവിച്ച കാര്യം. ഇത്രയും കടക്കുന്നു. അപ്പോഴേക്കും UK-യുടെയും അമേരിക്കയുടെ US 8 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിരീക്ഷണ വിമാനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വന്നിട്ട് ഇതിന്റെ അടുത്തേക്ക് വരാൻ പോയപ്പോൾ ഈ കപ്പലിൽ നിന്ന് ഉയരുന്നത് റഷ്യയുടെ പതാകയാണ്. അതായത് പെട്ടെന്ന് തന്നെ കപ്പല് മാറുകയാണ്. ഷാഡോ ഷിപ്പ് എന്നുള്ള കപ്പൽ മാറും. ഇതിന്റെ പേര് പെട്ടെന്ന് ഈ റഷ്യയുടെ വെബ്സൈറ്റിൽ, അതായത് ഈ ഷിപ്പുകളുടെ ഒരു ഔദ്യോഗിക വെബ്സൈറ്റ് ഉണ്ട് കപ്പലുകളുടെ, അതിനകത്ത് പുതിയൊരു പേര് രജിസ്റ്റർ ആക്കപ്പെടുന്നു. മരിനെറെ എന്നാണ്. അതായത് ബെല്ല വൺ എന്ന ഷിപ്പ് പെട്ടെന്ന് തന്നെ മരിനെറെ എന്ന ഷിപ്പായി മാറുന്നു. അതായത് റഷ്യ ഒഫീഷ്യലായിട്ട് തന്നെ അവരുടെ ഷിപ്പായിട്ട് കാണിക്കുന്നു പെട്ടെന്ന്. ഇതെല്ലാം വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നത്. ഇതിനു ശേഷം പിന്നെ നടക്കുന്ന അതിലും നാടകീയ രംഗമാണ്. ഈ പറയുന്ന യുദ്ധവിമാനങ്ങൾ, അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ റഷ്യയുടെ ഈ പറയുന്ന UK-യിലേക്ക് പറന്നിറങ്ങുന്നത്. അതായത് ലെക്കൻ ഹിത്തി എന്ന് പറയുന്ന ഒരു വിമാനത്താവളമുണ്ട്, വ്യോമത്താവളമുണ്ട് UK-യിൽ. അങ്ങോട്ടേക്ക് ഈ അമേരിക്കയുടെ KC-135 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള ടാങ്കറുകൾ, ഒപ്പം തന്നെ US-ന്റെ C-17 12 വിമാനങ്ങൾ. ഈ C-17 നമുക്കറിയാം ചരക്ക് വിമാനമാണ്, ഈ യുദ്ധത്തിനൊക്കെ മറ്റേ സാധനങ്ങളൊക്കെ ചരക്കും. അപ്പൊ അനവധി യുദ്ധവിമാനങ്ങൾ കൊണ്ട് UK-യിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ അമേരിക്ക പറയുന്ന കാര്യം, ഞങ്ങൾ ഈ ഷിപ്പിനെ തടയും. കാരണം ഞങ്ങളുടെ നിരോധന ഉത്തരവുണ്ട്, പ്രത്യേകിച്ച് ഇത് നിയമലംഘനം നടത്തിയ ഷിപ്പാണ്, സ്വാഭാവികമായി തടയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ ഷിപ്പിനെ തടയാൻ പറ്റില്ല. കാരണം ഈ ഷിപ്പ് അടിമുടി മാറിയിരിക്കുന്നു. ഇത് റഷ്യൻ ഷിപ്പാണ്, അതിന്റെ പേര് മാറിയിരിക്കുന്നു. ബെല്ല നമ്പർ 1 അല്ല ഇപ്പോൾ ഈ ഷിപ്പ്. ഈ ഷിപ്പിന്റെ പേര് മരിനെറെ എന്നാണ്. ശരിക്കും പറഞ്ഞ ഒരു സിനിമാ കഥ കണക്ക് തന്നെയാണ് ഈ സാധനം നിൽക്കുന്നത്. ഈ ഷിപ്പ് ഇപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ റഷ്യ ഒഫീഷ്യലായിട്ട് അമേരിക്കയോട് അടക്കം ആവശ്യപ്പെട്ടു, കപ്പലിനെ പിന്തുടരരുത്, ഈ കപ്പൽ ഞങ്ങളുടെ കപ്പലാണ്, ഞങ്ങളുടെ ഈ കപ്പലിനെ പിന്തുടരരുത്, പിന്തുടർന്നു കഴിഞ്ഞാൽ തിരിച്ചടി ഭയാനകമായിരിക്കും എന്നൊരു വിരട്ടലൂടെ റഷ്യ ഇതിന്റെ ഇടയ്ക്ക് നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൈനയുടെ ഷിപ്പുകൾ അവിടെ നിന്ന് വിട്ടിട്ടുണ്ട്. അത് തടയണോ വേണ്ടയോ എന്നറിയില്ല. അത് തടഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ചൈനയുമായിട്ട് അത്ര നല്ല സുഖത്തിലല്ല US നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അത് തടഞ്ഞാൽ പ്രശ്നമാകും. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞു, ഇന്ത്യയിലേക്ക് ഒരു 3 ഷിപ്പ് വരുന്നുണ്ട്. അത് പക്ഷെ അത് വെനിസുലയിൽ നിന്നാണെന്ന് പറയുന്നില്ല, റഷ്യയിൽ നിന്നാണ് വരുന്നത്. 3 ഷാഡോ ഷിപ്പുകൾ വരുന്നുണ്ട്. അത് 3 വ്യത്യസ്ത, അന്ന് ഞാൻ ആ ചർച്ചയിൽ ആ രാജ്യങ്ങളുടെ പേര് പറഞ്ഞു. നമ്മൾ ഇതുവരെ കേൾക്കാത്ത 3 രാജ്യങ്ങളുടെ പതാകയായിട്ട് വെച്ചിരിക്കുന്നത്.
അത് ഇന്ത്യയിലേക്കാണ് വരുന്നത്. അത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങോട്ടേക്കാണ് വരുന്നത്, ഇന്ത്യയിലേക്കാണെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ ഇന്ത്യ ഇതുവരെ അതിന് സ്ഥിരീകരണമൊന്നുമില്ല. നമ്മൾ ഈ ഷാഡോ ഷിപ്പ് വരുന്നതിന് നമ്മുടെ രാജ്യം സ്ഥിരീകരിക്കും തോന്നുന്നില്ല സാധാരണഗതിയിൽ. അങ്ങനെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കടലിൽ തന്നെ ഒരു വലിയ സംഘർഷാവസ്ഥ രൂപപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു ഷിപ്പ്, ഈ ബെല്ല എന്ന് പറയുന്ന ഒരു ഷിപ്പ്, ഇപ്പൊ അതിന്റെ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഷിപ്പിനെ തടയുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അത് വാഷിങ്ടണും മോസ്കോയും തമ്മിലുള്ള ഒരു നേരിട്ടുള്ള ഫൈറ്റിലേക്ക് പോകും. പക്ഷെ ഇതിനെ ആക്രമിക്കപ്പെടുക UK ആയിരിക്കും. കാരണം UK റഷ്യയും പരമ്പരാഗതമായ ശത്രുക്കളായതുകൊണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നതാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയുധം നീക്കിയതും പിന്നെ എന്താണ് ഇവരുടെ ഈ ശത്രുതയ്ക്കുള്ള കാരണം എന്നൊക്കെ നമ്മൾ പലവട്ടം പല ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല. ഏതായാലും ഇവരുടെ തീരത്തൂടി പോകുന്നതുകൊണ്ട് ഇവരുടെ ഷിപ്പുകളോ ഇല്ലെങ്കിൽ ഇവരുടെ വിമാനങ്ങളോ വല്ലതും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അറ്റാക്കിന് ശ്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ് UK. അതായത് UK തുടക്കമിട്ട് കൊടുക്കുമോ എന്നൊരു സംശയവും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും കാര്യങ്ങൾ പന്തിയല്ല. അതായത് വെനസ്വേലയിലെ ഭരണാധികാരിയെ പിടിച്ചോണ്ട് പോയപ്പോൾ ഹീറോ ആകുകയല്ല. ഞാൻ ഇന്നലെ ചർച്ചയിൽ പറഞ്ഞു, ട്രംപ് ഹീറോ ആകുകയല്ല, സീറോ ആകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് പഴയതുപോലെയല്ല. പഴയത് കണക്ക് എവിടെയെങ്കിലുമൊക്കെ കയറി ആരെങ്കിലുമൊക്കെ പിടിച്ചോണ്ട് പോയതുകൊണ്ട് അവിടെ തീരുന്നില്ല. പക്ഷെ അവിടെ തൊട്ട് പ്രശ്നങ്ങളാണ്. ഇന്നലെ മറ്റൊരു സംഭവം കൂടെ വെനസ്വേലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ ന്യൂസിന്റെ നമ്മൾ ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. അവിടെ തുടർച്ചയായ വെടിവെപ്പ് സ്ഫോടനങ്ങൾ നടക്കുന്നു. അവിടെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഇപ്പൊ കയറിയവർക്ക് നമ്മൾ ഇന്നലത്തെ ചർച്ച നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ശാശ്വതമായിട്ട് അവിടെ അമേരിക്കയ്ക്ക് ഭരിക്കാൻ പറ്റത്തില്ല, വിവിധ ഗ്രൂപ്പുകളുണ്ട്, അവർ പ്രശ്നം ഉണ്ടാക്കുന്നു. ഇന്നലെ അവിടെ വലിയ കലാപം തുടങ്ങിയിട്ടുണ്ട് വെനസ്വേലയിൽ, അധികാരത്തിറക്കം. അത് ഒരു വഴിക്ക് നടക്കുന്നു. അതിനിടയ്ക്കാണ് ട്രംപ് പിടിച്ചിരിക്കുന്ന ഈ വലിയ പുലിവാല്. കാരണം ഈ പുള്ളി ഉത്തരവൊക്കെ ഇട്ടെടുത്തുനിന്ന് ഷിപ്പുകളെല്ലാം കൂടെ വിടാൻ തുടങ്ങി. ഈ വിട്ട ഷിപ്പുകൾക്ക് ചൈനയ്ക്ക് അടക്കം പറയാൻ ന്യായീകരണങ്ങൾ ഉണ്ടാകും. കാരണം അസ്ഥിരപ്പെട്ട ഒരു രാജ്യത്തിന്റെ അവിടെ ഡോക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ ഷിപ്പുകൾ. ഇതിനകത്ത് ചൈനയുടെ ചിലപ്പോൾ ഒഫീഷ്യൽ ഷിപ്പാണെന്ന് തോന്നുന്നു. പക്ഷെ ഇതെല്ലാം ഷാഡോ ഷിപ്പ് എന്നാണ് യൂറോപ്യൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഒരു കപ്പല് അതിവേഗത്തിൽ പേര് മാറുന്നു, വേറൊരു പേരാകുന്നു. റഷ്യ അത് ഏറ്റെടുത്തുകൊണ്ട് പോർവിളി നടത്തുന്നു. ഈ അവസരം ശ്രദ്ധേയമായ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഉത്തര കൊറിയ ഒരു ബാലിസ്റ്റിക് മിസൈല് പരീക്ഷണം നടത്തിയായിരുന്നു. അതിനെതിരെ കമാന്നൊരു അക്ഷരം ട്രംപ് മിണ്ടിയില്ല. ഇതിൽ നിന്ന് തന്നെ ഒരു വ്യക്തമായ ഒരു കാരണമുണ്ട്, ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോകത്തെ ആണവ രാഷ്ട്രങ്ങളിൽ ഒന്നും ഈ ട്രംപ് കൈവെക്കാനോ പറയാനോ സാധ്യതയില്ല. ഇറാൻ ആണവരാഷ്ട്രമല്ലല്ലോ. ഇതിനകത്തിപ്പോ ആണവരാഷ്ട്രം എന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഇന്ത്യ, ചൈന, റഷ്യ, ഈ പറയുന്ന അമേരിക്ക, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളാണ്. അവിടെ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇന്ത്യ പിന്നെ സ്വാഭാവികമായ ഒരു വരട്ടി എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പം അത് ചെയ്ത് കളയും, ഇത് ചെയ്ത് കളയും എന്നൊക്കെ ഉള്ളത്. അതിനപ്പുറത്തേക്ക് അത് പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നില്ല ഇപ്പോൾ തന്നെ. അത് മാത്രവുമല്ല, ഉത്തര കൊറിയ ഇതിന്റെ ഇടയ്ക്ക് പോയിട്ട് റഷ്യയുമായിട്ട് എനിക്ക് തോന്നുന്നു 2 മാസത്തിന് മുമ്പാണ്, അതിനുശേഷമാണ് ഈ റെലോസ് കരാർ വരുന്നത്. ഞാൻ എപ്പോഴും റെലോസ് കരാർ എന്ന് പറയാം, മനുഷ്യർ ശ്രദ്ധിക്കുന്നുണ്ടാവും ആ പേര്. അപ്പോൾ 1-2 മാസം മുമ്പ് ഉത്തര കൊറിയ റഷ്യയായിട്ടൊരു കരാർ ഒപ്പിട്ടായിരുന്നു. അതായത് റഷ്യ ഇപ്പോൾ ഈ ഉത്തര കൊറിയയുടെ സംരക്ഷകനാണ്. അവരെ തൊട്ട് റഷ്യ വരും. കാരണം അത് വരാതിരിക്കാനും കഴിയില്ല. കാരണം ഇവരുടെ കുറെ 10,000-15,000 പേരെയൊക്കെ നമ്മുടെ കിം ജോൺ ഉൻ റഷ്യക്ക് വിട്ടുകൊടുത്തല്ലേ യുക്രൈൻ യുദ്ധത്തിൽ. അത്ര എണ്ണമൊക്കെ മരിച്ചു പോവുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പം ഉത്തര കൊറിയയുടെ സംരക്ഷകരായിട്ട് റഷ്യ വരും എന്നൊരു കരാറാണ് അതിൽ വെച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ റെലോസ് കരാർ വരുന്നത്. ഞങ്ങളുടെ സഖ്യകക്ഷികൾക്ക് ഇനി മുതൽ ഞങ്ങൾ ആയുധം മാത്രമല്ല കൊടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കും, വെനസ്വേല ഇവരുടെ സഖ്യകക്ഷി അല്ലായിരുന്നു. വെനസ്വേലയും ഉത്തര കൊറിയയൊക്കെ സഖ്യകക്ഷികളല്ല. പല രാജ്യങ്ങളും അവരെ സെക്കൻഡ് നമ്പർ വേണ്ടി, അതായത് 2ാം നമ്പർ പണിക്ക് വേണ്ടിയിട്ടാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. കള്ളക്കടത്ത്, എണ്ണ, ഇത് പിന്നെ മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ആയുധം എത്തിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഇതിന് വെച്ചിരിക്കുന്നതാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, റഷ്യയുടെ ആയുധങ്ങളാണല്ലോ പിന്നെ വെനസ്വേല ഉപയോഗിച്ചിരുന്നത്, അത് പരാജയപ്പെട്ടില്ലേ, അപ്പൊ ഇന്ത്യക്ക്? പക്ഷേ ഇന്ത്യയുടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇന്ത്യയുടെ ഈ പറയുന്ന ആയുധങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇസ്രയേലിന്റെയും റഷ്യയുടേതും വാങ്ങുന്ന ആയുധങ്ങൾ നമ്മുടെ ടെക്നോളജി കൂടി സംയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ടെക്നോളജി പ്രവർത്തിക്കുന്ന ആയുധങ്ങളാണ്. S-400 എന്ന് പറഞ്ഞാൽ നമ്മൾ അതേപടി അല്ല ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇസ്രയേലിൽ നിന്ന് മേടിക്കുന്ന ആയുധങ്ങളും നമ്മൾ അതേപടി അല്ല ഉപയോഗിക്കുന്നത്. ഇതിനെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് നമ്മൾ വികസിപ്പിച്ചെടുക്കുന്ന ടെക്നോളജിയാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റു രാജ്യങ്ങൾക്ക് ഒരു പിടുത്തവും കിട്ടാതെ വന്നതും ഇവിടെ S-400 വിജയിച്ചതും. അവരുടെ റഷ്യൻ വാറിൽ അവരുടെ പരാജയപ്പെട്ടു പോയി. S-300 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ആയുധം മാത്രം നോക്കിയെന്ന കാര്യമില്ല. അതിനകത്ത് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ടെക്നോളജി കൂടെ കയറ്റി വെച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അതും ഇതും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട്.